ഹലോ ഹായ്. അപ്പം ഞാൻ ഇന്നും ഒരു കാര്യം ചോദിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ തരണം കേട്ടോ. ചോദ്യം മറ്റൊന്നുമല്ല, നമ്മൾ ഒരു കള്ളം പറഞ്ഞെന്നിരിക്കട്ടെ, കള്ളം പറയാണ്. ആ കള്ളം നമുക്ക് നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് ജയിക്കാൻ വേണ്ടി നമ്മൾ അവസാനം വരെ ശ്രമിക്കുകയാണ്. അവസാനം വരെ ഈ നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മൾ പറയുന്നത് കള്ളമാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു കള്ളം തന്നെ 1000 പ്രാവശ്യം പറഞ്ഞാലും 1001 പ്രാവശ്യം പറഞ്ഞാലും ഒരിക്കലെങ്കിലും ഒന്ന് ഇടറും. എവിടെയെങ്കിലും ഒരു പാളിച്ച വരും. നമ്മളിപ്പോൾ ഒരു പുസ്തകം നമ്മൾ കാണാപ്പാഠം പഠിച്ചെന്ന് പറഞ്ഞിരുന്നാലും, ഒരു കഥ എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചെന്ന് പറഞ്ഞിരുന്നാലും, എവിടെയെങ്കിലും ഒരു ശക്കലമെങ്കിലും, ഒരു നെൽമണിയെങ്കിലും തെറ്റാണ്ടിരിക്കത്തില്ലല്ലേ. അതുപോലെയാണ് ചില മനുഷ്യർ. കള്ളത്തരം മാത്രമേ പറയുള്ളൂ, കള്ളത്തരം മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കൊടികെട്ടി ഇറങ്ങിയ മനുഷ്യരുണ്ട്. ശപഥം ചെയ്ത് ഇറങ്ങിയത് ഏത് വിധേനയായിരുന്നാലും, അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദനിക്കുമോ, അവർ മനുഷ്യരാണോ, അല്ലെങ്കിൽ അവർക്ക് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടോ, നമ്മളെ ഒരു സമയം സഹായിച്ചവരാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നമുക്കൊപ്പം നിന്നവരാണ്, നമ്മളെ സങ്കടങ്ങൾ നമ്മൾ കേട്ടതാണ്, പല സമയവും ഒരു കൂട്ടുകാരിയിൽ നിന്ന് ഉള്ളതിന് ഉപരി ഒരു സഹോദരിയായിട്ടും ഒരു അമ്മയായിട്ടും നിന്ന് സംസാരിച്ചവളാണ് എന്നെല്ലാം മറന്നിട്ട് നിഷ്പ്രയാസം ഒരു കള്ളത്തരം പറയാനുള്ള മനസ്സ് കാണിക്കുന്നു എന്നിട്ട് അവർ തന്നെ ദൈവത്തെ വിളിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം പോലും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. നല്ലവരുടെ കൂടെ അല്ല. ഹിന്ദു വിശ്വാസികൾക്കാണെങ്കിൽ അവർക്ക് പൂജയും വഴിപാടും പട്ടും തിരിയും പടുക്ക പൊങ്കാല ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നവരായിട്ടായിരിക്കും കൂറ് കാട്ടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാര്യമാണെങ്കിലും നിത്യവും മെഴുകുതിരി എത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക, ഒരു വിശ്വാസി സഭാവിശ്വാസിയാകുക, അങ്ങനെയുള്ളവരിലോടായിരിക്കും കൂറ് കൂടുന്നത്. പക്ഷെ ഇത് രണ്ടുമില്ലാത്തവർ, അവരും മനുഷ്യരാണ്, അവരെയും നമ്മൾ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ഭൂമിയിലേക്ക് അവരെയും പറഞ്ഞു വിട്ടത് ഒരു ലക്ഷ്യത്തോടെയാണ് പറഞ്ഞു വിട്ടത്. പക്ഷെ എനിക്കെന്തോ ചില കാര്യങ്ങളിൽ ചിലത് വിയോജിപ്പും, ചില കാര്യങ്ങളിൽ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കേട്ട ഭൂമിയിൽ